നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഏറ്റവും കൂടുതൽ ആളുകളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റുകളാണ്. ഈ രണ്ടിന്റെയും പ്രിലിംസിന്റെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ വരാനിരിക്കുകയാണ്. പക്ഷേ പ്രിലിംസ് ക്ലിയർ ചെയ്യും, മെയിൻസ് ക്ലിയർ ചെയ്യില്ല. ഈ ഒരു പ്രശ്നം നിങ്ങളെയും അലട്ടുന്നുണ്ടാവും. ഒരുപാട് പ്രിലിംസ് പരീക്ഷകൾ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ മെയിൻസ് പരീക്ഷയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അടിതെറ്റി വീഴും. എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത്? മക്കൾ, ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ സാധ്യത എന്താണ്? ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു. ഞാൻ നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് വെച്ചൊന്ന് പറയുകയാണ്. അതായത് ഏതാണ്ട് 40,000-ഓളം ആളുകളെ ആയിരിക്കും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, 40,000-ഓളം പേര് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഏതാണ്ട് 4,000-അടുത്ത് വേക്കൻസി വരികയാണ്. ഞാൻ 3,000 എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം, അല്ലെ? 3,000 പോട്ടെ, 4,000 എടുത്താൽ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നോക്കിയേ, 10 അല്ലേ? 10-ൽ ഒരാൾക്ക് ജോലിയാണ്. പോട്ടെ, 50-ൽ ഒരാൾക്ക് ജോലിയാണ്. 50-ൽ ഒരാൾക്ക് ജോലിയാണ്. അങ്ങനെ മാത്രം കൺസിഡർ ചെയ്യാതെ 50-ൽ ഒരാൾക്ക് ജോലിയാണ്. മക്കളെ, നിങ്ങളുടെ സാധ്യത അത്രയും വലുതാണ്. കോമ്പറ്റീഷൻ ഒരു 50 പേരിലേക്ക് ചുരുങ്ങിയാണ്. നിങ്ങൾ സെക്രട്ടറി റെസിഡന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400-ഓളം വേക്കൻസി മാത്രമേ പ്രതീക്ഷിക്കാവൂ. നിങ്ങൾ SIക്ക് വേണ്ടി പഠിച്ചാൽ 150-നടുത്ത് വേക്കൻസി മാത്രം പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾ എക്സൈസ് ഇൻസ്പെക്ടർ പഠിച്ചാൽ 50-നടുത്ത് വേക്കൻസി മാത്രം പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് പഠിക്കുന്നതെങ്കിൽ 300-നടുത്ത് വേക്കൻസി മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഓരോ ഡിഗ്രി ലെവൽ എക്സാമിന് പോലും, അല്ലെങ്കിൽ എല്ലാ ഡിഗ്രി ലെവൽ എക്സാമുകൾ കൂടി ചേർത്ത് വെച്ചാൽ പോലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അത്രയും വേക്കൻസികൾ നിങ്ങളിലേക്ക് എത്തില്ല. അപ്പൊ സാധ്യത വലുതാണ്. പക്ഷെ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ട്, മെയിൻസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് എന്താണ് ഈ ഒരു കട്ട് ഓഫ്, ആരൊക്കെയാണ് ക്ലിയർ ചെയ്യാൻ സാധ്യതയുള്ളത്? ഏതാണ്ട് 40,000-നും 50,000-നും അടുത്ത ആളുകളായിരിക്കും ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുക. അങ്ങനെയാണെങ്കിൽ എത്ര കട്ട് ഓഫ് ഉള്ളവർക്ക് പഠിച്ചു തുടങ്ങാം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ വരാനിരിക്കുകയാണ്. മക്കളെ, കട്ട് ഓഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നിങ്ങൾ പഠിച്ചു തുടങ്ങാതിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഞാൻ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ടാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്, എത്രയായിരിക്കാം വരാൻ സാധ്യതയുള്ള ഒരു കട്ട് ഓഫ് എന്നുള്ള ഒരു പ്രഡിക്ഷൻ ആണ്, ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ചാനൽ തന്നെ ഈ കാര്യം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ, ഒന്നാമത്തെ സ്റ്റേജിലുള്ള സ്റ്റുഡന്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു 38+ ഒക്കെ ഉള്ള കുട്ടിയാണ് എങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, 2-3 ഘട്ടങ്ങളിലാണ് പരീക്ഷ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് ഒരു 40+ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ 38+ ഉള്ള കുട്ടിയും 2-3 സ്റ്റേജുകളാണെങ്കിൽ 40+ ഉണ്ട് എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഫൈനൽ കീക്ക് ശേഷം. ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ, ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ മക്കളെ ഒരു 45+ ഉള്ള ആളുകളും, സെക്കൻഡും തേർഡും സ്റ്റേജ് ആണെങ്കിലും ഏതാണ്ട് ഒരു 45 തന്നെയാണ്. ഇവിടെ ഒരു 43 വരെയൊക്കെ താണേക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ചിലുള്ള ആളുകൾക്ക് മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം. തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങാം. കാരണം നിങ്ങളുടെ മുന്നിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നു നിൽക്കുന്നത്. ഇതേപോലൊരു വേക്കൻസി വരുന്ന ഒരു അവസരം ഇനിയും ഒരുപാട് കാലം കഴിഞ്ഞാലായിരിക്കും എന്ത് ചെയ്യുക, സംഭവിക്കാം. അടുത്ത തവണ ഇത്രയും വേക്കൻസി ഉണ്ടാകുമെന്ന് പറയാൻ പോലും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ആവശ്യകത ഇതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി മക്കളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടും മെയിൻസിലേക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റാത്തത്? ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു കാരണം പറഞ്ഞുതരാം. മക്കളെ, നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോഴും, നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിക്കുമ്പോഴും നിങ്ങൾ പ്രിലിംസിന്റെ സ്ട്രാറ്റജി ബേസ് ചെയ്തുകൊണ്ടാണ് പഠിച്ചു പോവുക. പ്രിലിംസിന് നമ്മുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് പ്രയോറിറ്റി കൊടുക്കാം. GK സബ്ജക്ട്സ് കുറച്ച് കുറഞ്ഞാലും അവിടെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏതിനാണ്? പ്രിലിംസിന് ഇംഗ്ലീഷ്, മാത്സ്, മലയാളവുമാണ്. പക്ഷെ മക്കളെ, മെയിൻസിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും കൂടെ ആകെ 30 മാർക്കേ ഉള്ളൂ. GK സബ്ജക്ട്സിന് അവിടെ ഏതാണ്ട് 70 മാർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ട്രാറ്റജി നിങ്ങൾ കുറച്ചൊന്ന് മാറ്റി പിടിച്ചെങ്കിൽ മാത്രമേ വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. നേരത്തെ കറണ്ട് അഫെയർ ഇല്ല, ഇവിടെ എന്ത് വരുന്നുണ്ട്? കറണ്ട് അഫെയർ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേണം. ഈ സ്റ്റഡി പ്ലാന്റെ ഹെൽപ്പോടുകൂടി വേണം നിങ്ങൾ പഠിച്ചു പോകാൻ. രണ്ടാമത് മക്കളെ, നിങ്ങൾ എവിടൊക്കെയാണ് വീണു പോകുന്നത് എന്നറിയാനായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മെന്ററും കൂടെ വേണം. നിങ്ങൾക്ക് എവിടൊക്കെയാണ് പ്രശ്നങ്ങൾ, നിങ്ങൾ പഠിച്ചു പോകുന്നത് ശരിയാണോ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് പരീക്ഷയുടെ അന്ന് അയ്യോ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പഠിക്കേണ്ടത് എന്ന് ആലോചിച്ച് വിഷമിക്കാതെ ഇപ്പോഴേ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നു പോകാൻ ഒരാളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മനുഷ്യന്മാരാണ്. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഗതി എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല. കൺസിസ്റ്റന്റ് ആവണം. എല്ലാ ദിവസവും നിർബന്ധമായും കുറച്ച് സമയം പഠിക്കണം. പക്ഷെ എപ്പോഴും അത് സാധിച്ചു എന്ന് വരില്ല.
പലപ്പോഴും നിങ്ങൾ ഡൗൺ ആകാം, ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഡൗൺ ആകാം. ഈ ഡൗണിൽ നിന്ന് മാറി നിങ്ങളെ തിരിച്ച് മേപ്പോട്ട് കയറാൻ ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടണം. ഇത് കൂടാതെ തന്നെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരണം, അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടണം, അതിൻ്റെ എക്സാമുകൾ നിങ്ങൾക്ക് വരണം, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണം. പക്ഷേ കോമൺലി ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യണം, ഒരു പ്രോപ്പർ മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ ആവശ്യമായ മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. പലപ്പോഴും ഇവിടെയാണ് നിങ്ങൾ ലാക്കാക്കുന്നത്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത്. ഒരു 50 മാർക്ക് വരെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയും എടുത്തു വെക്കാൻ പറ്റും അല്ലേ? 45-50 ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് പ്ലസിലേക്ക് എത്താൻ പലപ്പോഴും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതിന്റെ കാരണവും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇനി പഠിക്കാനായിട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെയുള്ള യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പോകുമ്പോൾ റെസ്പോൺസിബിൾ ആവണം, കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആവണം. അതിനുശേഷം നിങ്ങൾ ഈ കാര്യങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. ആ ഉറപ്പിന്റെ ബേസിസിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഇത് സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി SPCID ഈ ബാച്ചിൽ പോകുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ കണ്ടോ, 20/7/2026 അന്ന് മൺഡേ ആണ്, അതായത് ഇന്ന് അവർക്ക് പോയത് ജോഗ്രഫി അമൽ സാറിന്റെ റോക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കേരള ഹിസ്റ്ററി അല്ലിജ സാറിന്റെ പഴശ്ശി റിവോൾട്ടുമായി ബന്ധപ്പെട്ട 2 പാർട്ടുകളാണ് അല്ലേ. ഇഷ്ടംപോലെ പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് പഴശ്ശി റിവോൾട്ട്. എക്കണോമിക്സിൽ വന്നിരിക്കുന്ന യൂണിയൻ ബജറ്റ് ആണ്. നമുക്കറിയാം കറണ്ട് അഫെയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം കറണ്ട് അഫെയറിൽ നിന്ന് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് സ്കിപ്പ് ആവാതിരിക്കാൻ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് അവിടെ വരുന്നുണ്ട്. ഇനി നാളെ എന്താ പോകുന്നത്? നാളെയും ജോഗ്രഫി അമൽ സാറിന്റെ കേരള റിവേഴ്സ്. കണ്ടോ, റോക്ക് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന കേരള റിവേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് റിവേഴ്സ് പോകുന്നത്? കേരള റിവേഴ്സിന് പ്രയോറിറ്റി ഉണ്ട് അല്ലെ, സിലബസിൽ പ്രയോറിറ്റി കൂടുതലാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ലിറ്ററേച്ചർ നോക്കിയേ, അവിടെ മലയാളം സാഹിത്യ പ്രസ്ഥാനങ്ങൾ വരികയാണ് അല്ലെ. പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, അവിടുന്ന് ചോദ്യങ്ങൾ വരാം. ഇനി 22 വെനസ്ഡേ നോക്കിയടാ, സോഷ്യൽ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 പോവുകയാണ്. അവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിക്കുന്ന കുട്ടിക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുപോകാം. അവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 അമൽ സാർ അതല്ലാതെ തന്നെ നിങ്ങൾക്ക് പോളിസീസ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് അതിലേക്ക് വരാം. ഇനി നോക്കിയേ, കേരള ഇന്ത്യൻ ഹിസ്റ്ററി, അവിടെ റിവോൾട്ട് 1857 ഇമ്പോർട്ടന്റ് ടോപ്പിക് അല്ലേ. ഇനി തേഴ്സ്ഡേയിലേക്ക് വരുമ്പോൾ ലിറ്ററേച്ചർ വീണ്ടും വരികയാണ്. മലയാള സാഹിത്യ പ്രസ്ഥാനം കംപ്ലീറ്റ് ആവുകയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ റിവോൾട്ട് കണ്ടോ 1956 കംപ്ലീറ്റ് ആവുകയാണ്. കെമിസ്ട്രി നോക്കിയേ, കെമിസ്ട്രി വരികയാണ്. മെറ്റലോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ഇനി ഫ്രൈഡേ കോൺസ്റ്റിറ്റ്യൂഷൻ, ചന്ദ്രബാബു സാറ് പ്രിയാമ്പിൾ പാർട്ട് 1, 2 ഒരു മാർക്ക് പോലും നിങ്ങളുടെ ഇന്ന് നഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സ്പോർട്സ് നോക്കിയേ, അവിടെ നാഷണൽ ഗെയിംസ് കയറി വരുന്നുണ്ട്. കേരള ഹിസ്റ്ററിയിൽ കുറിച്യ റിവോൾട്ട്, മാപ്പിള റിവോൾട്ട്, ചാനാർ ലഹള പോലെയുള്ള റിവോൾട്ടുകൾ കയറി വരുന്നുണ്ട്. ഇനി ശനിയാഴ്ച നോക്കിയേ, അവിടെ കറണ്ട് അഫെയർ ഓസ്കാർ അവാർഡ് വന്നു. സ്പെഷ്യൽ ടോപ്പിക് വീണ്ടും നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, അതായത് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 വന്നു. യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ ടോപ്പിക്കാണ്. അല്ലിജ സർ കണ്ടോ, എയർലി സ്ട്രഗിൾസ് ഇൻ ട്രാവൻകൂർ പാർട്ട് 1, 2, 3. കൃത്യമായ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് തന്നിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ഒരു സൺഡേ മാറ്റിയും വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾക്ക് നമ്മൾ സൂപ്പർ നോട്ട് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക. ഇതേപോലൊരു സ്റ്റഡി പ്ലാൻ, കൃത്യമായ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ആ സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ വേണം മക്കളെ നിങ്ങൾ മുന്നോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു മാർഗിൽ തട്ടി നിൽക്കും. അതിന് മേപ്പോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SPCID ഈ പരീക്ഷകൾക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണ് എങ്കിൽ ഇതേപോലെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രകാരം പഠിച്ചു പോകണമെങ്കിൽ സൂപ്പർ നോട്ട്സിലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SPCID ഈ 3 പരീക്ഷയ്ക്കും കൂടി ഒരൊറ്റ ഫീസിൽ ജോയിൻ ചെയ്യാം. 2499 രൂപ കൊടുത്താൽ ഇതിന് 3 സ്പെഷ്യൽ ടോപ്പിക് അടക്കം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടക്കം നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ബാച്ച് ക്ലോസ് ചെയ്യാൻ പോവാണ്, ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ സിലബസ് നോക്കിയിടാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഈ രണ്ടിന്റെയും സിലബസ് കണ്ടോ കിടക്കുന്നത്. ഈ സിലബസിനകത്തിലൊരു പ്രത്യേകതയുണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഹിസ്റ്ററി ഉണ്ട്, ഇവിടെയും ഹിസ്റ്ററി ഉണ്ട്. ഇവിടെ ജോഗ്രഫി, ഇവിടെയും ജോഗ്രഫി. ഇവിടെ എക്കണോമിക്സ്, ഇവിടെയും എക്കണോമിക്സ്. ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കേരള അഡ്മിനിസ്ട്രേഷൻ, കേരള അഡ്മിനിസ്ട്രേഷൻ. ലൈഫ് സയൻസ്, ലൈഫ് സയൻസ്. ഫിസിക്സ്, ഫിസിക്സ്. കെമിസ്ട്രി, കെമിസ്ട്രി. ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ഇവിടെയും അത് തന്നെ. ബേസിക്സ് കമ്പ്യൂട്ടർ ഇവിടെയും അത് തന്നെ. കണ്ടോ, മാത്സ്, മാത്സ്. ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്. മലയാളം, മലയാളം. കറണ്ട് അഫെയർ, കറണ്ട് അഫെയർ. എന്തു മാത്രമേ മാറുന്നുള്ളൂ?
ഇമ്പോർട്ടന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു സാധനം കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ കയറി വരും. എഡ്യൂക്കേഷൻ പോളിസീസിനെ പറ്റിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ വരും. ബാക്കിയെല്ലാം സെയിമാ. നിങ്ങൾക്ക് രണ്ടിനും വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ടാണ് ഇത് ഒരു ബാച്ചിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തി തരുന്നത്. ആ ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് പഠിച്ചു പോയാൽ കമ്പനി ബോർഡും യൂണിവേഴ്സിറ്റിയും SBCIDയും ഒരേപോലെ പ്രിപ്പയർ ചെയ്ത് പോയി മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബാച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി, SBCID മൂന്നിനും വേണ്ടിയിട്ടുള്ള ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. ബാച്ച് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നാളെയല്ല, ബാച്ച് ഓൾറെഡി സ്റ്റാർട്ടിങ് ആണ്, റണ്ണിങ് ആണ്. 2499 രൂപ മാത്രമേ ഉള്ളൂ. കൃത്യമായ സ്റ്റഡി പ്ലാന്റെ സഹായത്തോടെ, പ്രോപ്പർ ക്ലാസ്സുകളുടെ സഹായത്തോടെ, PDF നോട്ട്സിന്റെ സഹായത്തോടെ, ഡെമോ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ കൃത്യമായ ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മെന്റേഴ്സ് നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം, നമ്മളെ നിങ്ങൾക്ക് വിളിക്കാം. അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ ഗൂഗിൾ ഫോം, ഫീഡ്ബാക്ക് ഫോമിന്റെ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും അടങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. എത്രയും പെട്ടെന്ന് ആ ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്തോടാം. ഇല്ല എങ്കിൽ 8281223366 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ബാച്ച് ഉടൻ തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. വളരെ കുറച്ച് സീറ്റുകൾ കൂടി മാത്രമാണ് ഇനി മിച്ചമുള്ളത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 8281223366 എന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തോ, ബാച്ചിൽ ജോയിൻ ചെയ്തോ, പഠിച്ചു തുടങ്ങിക്കോ. ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമുക്ക് ക്ലാസ്സിൽ കാണാം.